എല്ലാവർക്കും സ്പൈസ് ട്രഷേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ചിക്കൻ ടിക്ക മസാലയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്സ് കമന്റ്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ചിക്കൻ ടിക്ക മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പം ഞാനിത് കുറച്ച് അളവിലാണ് കേട്ടോ കാണിക്കുന്നത്, അതുകൊണ്ട് ഇത്ര ചിക്കൻ എടുത്തിട്ടുള്ളൂ. അപ്പം ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ പീസായിട്ട് കട്ട് ചെയ്തതാണ്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നെക്സ്റ്റ് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു രണ്ട് സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് അധികം പുളിയില്ലാത്ത തൈരാണ്. ഇതും 2 സ്പൂൺ മതിയാകും. പുളിയുള്ളത് എടുക്കരുത്, പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കണം. പിന്നെ 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ പെപ്പർ പൗഡർ, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ചിക്കൻ എല്ലാം നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാം. നമ്മൾ അത്രയും സമയം വെച്ചാലേ ഇതിലേക്ക് മസാലകളെല്ലാം ഇറങ്ങി നല്ല ടേസ്റ്റ് വരുള്ളൂ. അപ്പം നമുക്കിത് മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു ഗ്രിൽ പാനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാൻ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് പാൻ ചൂടായ ശേഷം അതിലേക്ക് ഓരോ പീസ് ചിക്കൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ഇതുപോലെ ഇച്ചിരി സ്മോക്കി ടൈപ്പായിട്ടാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഗ്രേവി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഗ്രേവി തയ്യാറാക്കാൻ ഒരു കടായി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ സവാള എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടൊമാറ്റോയുടെ പ്യൂരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ടൊമാറ്റോയും സവാള എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. നെക്സ്റ്റ് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക മസാലകളുടെ കൂടെ. നെക്സ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം മതിയാവും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക.
എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിക്കനും ഗ്രേവിയെല്ലാം നന്നായിട്ട് മിക്സായി കിട്ടാനായിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിത് അടച്ച് വേവിക്കാം. അങ്ങനെ 5 മിനിറ്റിന് ശേഷം നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ കറിയുടെ നല്ല ഡാർക്ക് കളറും ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 2-3 ടേബിൾ സ്പൂൺ മതിയാകും. ഇനി ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ഒഴിച്ചതിന് ശേഷം ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ടിക്ക മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ കുറച്ച് സമയത്തിനകത്ത് നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഇത് ട്രൈ ചെയ്യുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് ഫ്യൂച്ചർ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.